നമ്മളങ്ങനെ നാട്ടിലെത്തി മക്കളെ. പക്ഷേ ഉണ്ടല്ലോ, നാട്ടിൽ ഞാൻ ഇന്നലെ വന്നപ്പോൾ എനിക്കൊരു പണി കിട്ടി. പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ന്റെ പണിയാണ്. എനിക്ക് ഇപ്പതേ മാറിയുള്ളൂ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോൾഡ് ഉണ്ടായിരുന്നു ഞാൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തപ്പോൾ. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എയർ പ്രഷർ ഡിഫറൻസ് വരില്ലേ. അപ്പോൾ നമുക്ക് ചെറിയ പോപ്പിംഗ് ആണ് നമുക്ക് ഇയറിൽ യൂഷ്വലി തോന്നുക. പക്ഷേ ദിസ് ടൈം എനിക്ക് ഭയങ്കര ഒരു പെയിൻ വന്നു. എൻ്റെ ചെവി പൊട്ടിപ്പോകാൻ പോണ പോലെ എനിക്ക് പെയിൻ വന്നു. നമ്മുടെ ഇയർ പ്രഷറിൻ്റെ ബാലൻസ് ആക്ച്വലി ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മൂക്കിൽ കൂടെയാണ്. മൂക്കിന്റെ ഒരു യൂസ്റ്റേഷൻ ട്യൂബ് ഉണ്ട് മൂക്കിന്ന് നമ്മുടെ ഇയറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ ട്യൂബ് ആക്ച്വലി അടഞ്ഞു പോകും. നമ്മുടെ മൂക്ക് അടയുമ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു എയർ പ്രഷറിനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഫുൾ ഇന്നർ ഇയർ അകത്തേക്ക് പോയിട്ട് നമുക്ക് ഭയങ്കര വേദന വരും. ചില സമയത്ത് ഹിയറിംഗ് ലോസ് വരെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എനിക്ക് ഒരു ടിപ്പ് അറിയായിരുന്നു, അത് ഞാൻ ചെയ്ത് നോക്കി. അതായത് കുറേ ഒരു 2-3 ചൂയിങ് ഞാൻ വായിലിട്ടിട്ട് ആട് ചവയ്ക്കണ പോലെ ഞാൻ ചവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ മൂവ്മെന്റ് വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നല്ല ചവച്ച് അത് ഹെൽപ്പ് ചെയ്തു. നിങ്ങൾ ആരെങ്കിലും കോമൺ കോൾഡായിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് പോവാണ്, ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് മുന്നേ 1 hour മുന്നേ നിങ്ങൾ നസൽ സ്പ്രേ അടിക്കണം. ബിക്കോസ് 30 minutes മുന്നേ തന്നെ നമ്മൾ ഒരു ഓൾട്ടിറ്റ്യൂഡ് താഴേക്ക് വരും ഫ്ലൈറ്റിൽ. 30 minutes മുന്നേ തന്നെ ചെവിയിൽ നമ്മുടെ മറ്റേ സാധനം വെക്കാം, ഇയർബഡ്. അതായത് ഇയർബഡ് നിങ്ങൾ അവിടെ ഹെയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും, അവരല്ലാണ്ട് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പം നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ഇയർബഡ് വരുമ്പോൾ അത് വേഗം വെക്കുക. ഇതും 30 minutes മുന്നേ തന്നെ വെക്കണം. നസൽ സ്പ്രേ അടിച്ച് മൂക്ക് ഓപ്പൺ ആയിരിക്കണം, ചൂയിങ്കം ഇട്ട് ചവച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഭയങ്കര പെയിനാണ് ഗൈസ്. ബിക്കോസ് എനിക്ക് നെക്സ്റ്റ് ഡേ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഇത് പോപ്പ് ചെയ്യണം. ഇത് പോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ വരും. ഞാൻ ഓൾമോസ്റ്റ് കരഞ്ഞു. നിങ്ങൾക്കിനി പണി കിട്ടരുത്. ഓക്കെ.